അപ്പോൾ മായമ്മ എന്ന സിനിമ കണ്ടു. നമ്മുടെ അൻകിത നായികയായി അഭിനയിച്ച സിനിമയാണ്. ജയൻ ചേർത്തല, പിന്നെ നമ്മുടെ വിജയ് തമ്പി സാറൊക്കെ അഭിനയിച്ച സിനിമയാണ് മായമ്മ എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ്. ഒരു ഫാമിലി മ്യൂസിക്കൽ ലവ് ഡ്രാമയാണ്. ഭക്തിസാന്ദ്രമായിട്ടൊക്കെ കാണാൻ പറ്റുന്ന ഒരു റൊമാൻറ്റിക് ഫീൽ ഗുഡ് മ്യൂസിക്കൽ ഡ്രാമയാണ് മായമ്മ എന്ന സിനിമ. ഒട്ടുമിക്ക നടിമാരും മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് അൻഗീത എന്ന നടി മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കൃഷ്ണപ്രസാദ് ഏട്ടനുണ്ട്. അപ്പോൾ ഒരുപാട് പുതുമുഖ നടിമാരും പിന്നെ സീരിയൽ ആക്ടറൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ജയൻ ചേർത്തല ചേട്ടനൊക്കെ. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള മ്യൂസിക്കൽ ഡ്രാമയാണ്, ഫാമിലി ഡ്രാമയാണ്. പണ്ട് കാലത്തെ ഹിന്ദുക്കളുടെ ജീവിതത്തിലെ വിവിധതരമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അമ്പലത്തിലെ രീതികളൊക്കെ ആവിഷ്കരിക്കുന്നൊരു സിനിമ അനുഭവമാണ് ഈ മായമ്മ എന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒരു ഫുൾ ടൈം ഓണായിട്ട് നമ്മുടെ പാണത്താട്ടങ്കിളിയിലെ നായിക അൻകിത അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട ഒരു വെറൈറ്റി സിനിമയാണ്. എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പ്രതികാര നിർബന്ധമായിട്ടുള്ള ഒരു 2 മണിക്കൂർ ദൈർഘ്യമുള്ള മികച്ച ഒരു ക്ലാസിക്കൽ ഫീൽ ഗുഡ് ഒരു മ്യൂസിക്കൽ ഡ്രാമയാണ്. അപ്പോൾ ഫാമിലിക്ക് ധൈര്യമായിട്ടും കാണാൻ പറ്റുന്ന സിനിമയാണ്. യൂത്തിന് ധൈര്യമായിട്ടും ഇഷ്ടപ്പെടും, കാരണം പുതുമുഖ നായകനൊക്കെ ഉണ്ട്. അപ്പോൾ നായികയുടെയും പെർഫോമൻസൊക്കെ മികച്ചതാണ്. അപ്പം അൻകിത മികച്ചതായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അൻകിതയുടെ ഒരു ഫുൾ ടൈം ഡാൻസും പാട്ടും അഭിനയവും എല്ലാം കൊണ്ടും തന്നെ അൻകിത മനോഹരമായിട്ട് അഭിനയിച്ച ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. ഫീൽ ഗുഡ് ക്ലാസിക്കൽ മ്യൂസിക്കൽ സിനിമയാണ്. ഒരു കുറേ ഡയലോഗ്സ് അധികമുള്ള സിനിമയാണിത്. പക്ഷേ ഇതിൽ അൻകിത നല്ല രീതിയിൽ ഡാൻസും പാട്ടും അഭിനയവും എല്ലാം കൊണ്ടും തന്നെ അൻകിത ബ്യൂട്ടിഫുള്ളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടും ഈ മായമ്മ എന്ന സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം, മിസ് ചെയ്യരുത്. ഓക്കെ. പഴശ്ശി രാജ, യുഗപുരുഷൻ, അപ്പോൾ അതുപോലത്തെ ടൈപ്പ് ഓൾഡ് ജനറേഷൻ മൂവി പോലെ തോന്നിക്കുന്ന തരത്തിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. മ്യൂസിക്കൽ ലവ് ഡ്രാമയാണ്. മായമ്മ എന്ന ടൈറ്റിൽ ക്യാരക്ടറായിട്ടാണ് നമ്മുടെ അൻകിത വന്നിരിക്കുന്നത് മായമ്മ എന്ന സിനിമയിൽ. ജയൻ ചേർത്തല ഒരു രക്ഷയില്ലാത്ത ഒരു സീരിയസ് രംഗമാണ്. പിന്നെ പൂജപ്പുര ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ കൃഷ്ണപ്രസാദ് ഏട്ടനുണ്ട്, പിന്നെ നായകൻ പുതുമുഖമാണ്. അപ്പോൾ അരുൺ ഉണ്ണി എന്നാണ് നായകൻ്റെ പേര്, പുതുമുഖ നടനാണ്. അപ്പോൾ അത് ഒരു പൂജാരിയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഉയർന്നൊരു കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ നല്ലൊരു പാരമ്പര്യമൊക്കെയുള്ളൊരു തറവാട്ടിൽ ജനിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ നായകൻ. അപ്പോൾ നായകൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പ്രണയ നിമിഷങ്ങൾ, സൗഹൃദങ്ങൾ, ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥാന്തരീക്ഷത്തിലേക്ക് വരുന്ന ഇൻ്റർവൽ പഞ്ചൊക്കെ മികച്ചാണ്. ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള മ്യൂസിക്കൽ ലവ് ഡ്രാമയെന്ന് തന്നെ പറയാം മായമ്മ. അൻകിതയുടെ മികച്ച പെർഫോമൻസ് കൊണ്ട് തന്നെ വർക്കൗട്ടായി പോകുന്നു. അൻകിക എന്ന നടിയുടെ ഒരു 1 man woman ഷോയാണെന്ന് തന്നെ പറയാം. ഒരു വിഷ്വൽ ട്രീറ്റാണ് അൻകിക തരുന്നത് ഈ പടത്തിലൂടെ, മായമ്മ എന്ന സിനിമയിലൂടെ. അപ്പോൾ രമേഷ് കുമാർ കോരമംഗലം എന്ന പുതുമുഖ ഡയറക്ടറുടെ വർക്കാണ്. പുതുമുഖാണോ നേരത്തെ പടം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയുമ്പോഴുള്ള, പക്ഷേ രമേഷ് കുമാർ കോരമംഗലം സാറിൻ്റെ മികച്ചൊരു വർക്കാണ് മായമ്മ. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. റേറ്റിംഗ് 5/4.